42. ഉൽപ്പത്തി 41:42. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. പറവോൻ തന്റെ കയ്യിൽ നിന്ന് തീർന്നോ? തീർന്നില്ല, വായിച്ചു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഇട്ട് രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മതി. നേർമയുള്ള വസ്ത്രം രാജാവ് അവനെ ധരിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന വചന ദൂതിനായി സ്തോത്രം. ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണം, ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ ഇന്ന് പകൽ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവത്തോട് ദൂതഗണങ്ങളെ കൽപ്പിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും ദൈവാത്മാവ് ഏറ്റെടുക്കും. മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. കരം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വളരെ ഡ്രമ്മൊക്കെ മാറ്റി. നമുക്കെല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വേദഭാഗമാണ്. സ്തോത്രം. ശരിക്കൊണ്ട് കയറി നമുക്കെല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വേദഭാഗമാണ് പരിശുദ്ധ. നമുക്കറിയാം ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. ശ്രദ്ധിച്ചില്ല, ഞാൻ വളരെ ശാന്തമായി പ്രസംഗിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വംശാവലി എന്ന് പറയുന്നത് ഈ യോസഫിന്റെ ചരിത്രമാണ്. യോസഫിന്റെ, യാക്കോബിന്റെ ഈ വംശാവലിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വംശം. 37-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. യാക്കോബ് തന്റെ പിതാവിന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരിക. യാക്കോബ് എന്ത് ചെയ്യാ? പിതാവിന്റെ അവകാശത്തിലേക്ക് എന്ത് ചെയ്യാ? മടങ്ങി വരിക. എന്തുകൊണ്ടാ പിതാവിന്റെ അവകാശത്തിൽ നിന്ന് പുറത്തു പോയത്? അത് ഞാൻ പുറകെ പറയാം. അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. പിതാവിന്റെ അവകാശത്തിൽ നിന്ന് പുറത്തുപോയ യാക്കോബ് പിതാവിന്റെ അവകാശത്തിലേക്ക് തിരിച്ചു കയറുന്ന ഭാഗമാണ് 37-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം തന്നിരിക്കുന്ന അവകാശം, സ്തോത്രം, അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. വിശ്വാസമില്ല? വിശ്വാസമുള്ളവരൊരു ആമേൻ പറയും. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ പെന്തക്കോസ്തുകാരുടെ ഇടയ്ക്ക് ഒരു ചിന്താഗതിയുണ്ട്, ഈ ഉറക്കം പ്രസംഗിച്ചാലേ ആത്മാവിറങ്ങുന്നു. അതുകൊണ്ട് പല പാസ്റ്റർമാർക്കും തൊണ്ട വയ്യ, തൊണ്ടയുടെ ഞരമ്പ് കൂട്ടുന്നു. കാരണം ഇത് എഫക്ട് ചെയ്യണമെങ്കിൽ ഇച്ചിരി ശബ്ദത്തിൽ
പ്രസംഗിച്ചാലേ ശരിയാകത്തുള്ളെന്നാണ് ബന്ധുപ്പസുകാരുടെ ഒരു ചിന്താഗതി. സമാധാനത്തോടെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും പുള്ളിയുടെ മേൽ വലിയ അഭിഷേകമൊന്നും ഇല്ല. സ്വത്രം വലിയ അഭിഷേകമൊന്നും ഇല്ലായിരുന്നു. ശബ്ദമൊക്കെ എടുത്താ പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കുന്നത് തെറ്റാണെങ്കിലും ഭയങ്കര അഭിഷേകമാണെന്ന് പറയും. സത്യത്തിൽ ശബ്ദത്തിലല്ല അഭിഷേകം വ്യാപരിക്കുന്നത്. സ്തോത്രം. ഈ മൈക്കിലല്ല അഭിഷേകം. ഈ മൈക്ക് മാറ്റി വെച്ച് ഞാൻ ഇവിടെ കാറി പോകുന്നതിലല്ല അഭിഷേകം. അഭിഷേകം നമ്മുടെ വാക്കിലാണ്. നമ്മുടെ വാക്കിലാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത് ഏറ്റവും ശാന്തമായും സമാധാനപരമായും ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷകനുണ്ടെങ്കിൽ അത് യേശുവാണ്. യേശുവിന് ഒരു തിരക്കും ഇല്ലായിരുന്നു, ഒരു ധൃതി ഇല്ലായിരുന്നു. യേശു ഒത്തിരി ഉച്ചത്തിൽ സംസാരിക്കത്തില്ലായിരുന്നു. വളരെ ശാന്തമായി കാര്യങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു കർത്താവുണ്ട്. പക്ഷേ കർത്താവ് എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം തന്റെ വാക്കിലൂടെ ദൈവമഹത്വം വെളിപ്പെടുവാനിടയായിട്ടു. അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ശബ്ദത്തെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ശബ്ദത്തിന്റെ ഭംഗി നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഭിഷക്തന്മാരുടെ അധരത്തിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പാട്ടുകാരൻ എഴുതിയത്, ഒരു വാക്കുമതി എനിക്കത് മതി എന്ന് പറയുന്നത്. ഒരു വാക്കുമതി. ഒരുപാട് അലറിക്കൂവി ഒന്നും പറയണ്ട കർത്താവേ, നിന്റെ ഒറ്റ വാക്കുമതി എന്റെ കുഞ്ഞ് വിടുവിക്കപ്പെടാൻ. ആ വാക്കിലാണ് അഭിഷേകം, ആ വാക്കിലാ ദൈവശക്തി. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് മടങ്ങി വരുവാൻ യാക്കോബിന് ദൈവം കൃപ ചെയ്തു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയാം. ദൈവം നിങ്ങളോട് അവകാശം പറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്താഗതി നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ദൈവാത്മാവ് പറയുന്നു, നിന്റെ അവകാശത്തിലേക്ക് നീ കയറുന്നൊരു സമയമുണ്ട്. വിശ്വസിക്കുന്നത്ര പേരുണ്ട്? വിശ്വസിക്കുന്നത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ അവകാശം നിനക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ചില കാലഘട്ടം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും, ചില കാലഘട്ടം അതിന്റെ പുറത്തു പോകേണ്ടി വന്നാലും, ചില കാലഘട്ടം അതിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നാലും, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അവകാശം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല. അവകാശത്തിലേക്ക് നീ തിരിച്ചു കയറുന്നൊരു സമയമുണ്ട്. വിശ്വസിക്കുന്നത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ചരിത്രഭാഗം പഠിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും ഉപരി യോസഫിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. സ്തോത്രം. യാക്കോബ് യോസഫ് എന്ന് ഏകദേശം യാക്കോബ് ഇസ്മായേൽ എന്ന് ഏകദേശം 62 പ്രാവശ്യം കണ്ടാണ് പറയുന്നത്. എന്നാൽ യോസഫ് എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കുന്ന 147 പ്രാവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച്, അപ്പനെക്കാട്ടിലും ഉപരി ആരെ കുറിച്ചാ പറയുന്നത്? മോനെ കുറിച്ചാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്, വെറുതെ പറയുന്നതല്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്. എല്ലാം കൂടെ എനിക്ക് ശുശ്രൂഷിക്കാൻ ഇന്ന് പകലും നേരമില്ല. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ പിതാക്കന്മാരുടെ വംശാവലി
അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ചരിത്രഭാഗവും യോസഫിന്റെ ചരിത്രഭാഗവും തമ്മിൽ ഒരു വ്യത്യാസം. അതെന്താ ചോദിച്ചാ, പിതാക്കന്മാരുടെ ചരിത്രഭാഗം എടുത്തു പഠിക്കുമ്പോൾ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. പിതാക്കന്മാരുടെ ചരിത്രഭാഗം എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തിന്റെയും ദൈവത്തിന്റെ ദൂതന്മാരുടെയും പ്രത്യക്ഷതയും അരുളപ്പാടുമുണ്ടവിടെ. മനസ്സിലായോ? പിതാക്കന്മാരുടെ ചരിത്രഭാഗം എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തിന്റെയും ദൈവദൂതന്മാരുടെയും പ്രത്യക്ഷതയും അരുളപ്പാടും അവരുടെ ചരിത്രഭാഗത്ത് കിടപ്പുണ്ട്. എന്നാൽ യോസഫിന്റെ ചരിത്രഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവീകമാകുന്ന പ്രത്യക്ഷതയോ ദൂതന്മാരുടെ പ്രത്യക്ഷതയോ അരുളപ്പാടോ യോസഫിന് കിട്ടിയില്ല. സ്തോത്രം. 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ പോലും അത് യാക്കോബിനാണ് വെളിപ്പെടുന്നത്, യോസഫിന്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ അതിൻ്റെ അകത്തു നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം, യോസഫിന്റെ ചരിത്രത്തിന്റെ അകത്ത് ദൈവത്തിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷതയോ ദൂതന്മാരുടെ പ്രത്യക്ഷതയോ അരുളപ്പാടും ഒന്നും ഇല്ലെങ്കിൽ പോലും യോസഫിനു വേണ്ടി പുറകിൽ ചലിക്കുന്നൊരു കരമുണ്ടായിരുന്നു. അതാണ് യോസഫിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോസഫ് പോലും അറിയാതെ യോസഫിനു വേണ്ടി ചലിക്കുന്നൊരു കരം യോസഫിന്റെ പുറകിലുണ്ടായിരുന്നു. അതാണ് യോസഫിന്റെ ചരിത്രത്തിന്റെ പ്രാധാന്യം. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് കർത്താവിനോട് പറയുന്നു, നിന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ ഡയറക്റ്റ് പ്രത്യക്ഷത ഇല്ലെങ്കിലും, നിന്റെ വിഷയത്തിൽ ഡയറക്റ്റ് ദൂതന്മാരുടെ പ്രത്യക്ഷത ഇല്ലെങ്കിലും, നിന്റെ വിഷയത്തിൽ ഡയറക്റ്റ് ചില അരുളപ്പാടുകൾ ഇല്ലെങ്കിലും, ആത്മാവിനോട് പറയുന്നു, നിന്റെ വിഷയത്തിന്റെ അകത്തു നീ അറിയാതെ ചലിക്കുന്നൊരു കരമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നീ കാണാത്ത, നീ അറിയാത്ത യോസഫിന് വേണ്ടി ചലിച്ച ഒരു കരം ചിലർക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. അത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, അത് മനുഷ്യന്റെ കാഴ്ച കൊണ്ട് കാണാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നിനക്കത് വെളിപ്പെടുന്നില്ലെങ്കിലും ഇന്ന് വരെ വിശ്വസിക്കാൻ തയ്യാറാണ്. നീ അറിയാത്തൊരു കരം നിനക്ക് വേണ്ടി പുറകിൽ ചലിക്കുന്നു. എത്ര പേർക്ക് അത് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അത് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്? ഞാനത് ആത്മാവിൽ കാണുന്നോണ്ടാ പറയുന്നേ, ഞാനത് ആത്മാവിൽ കാണുന്നോണ്ടാ പറയുന്നേ. പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, എന്താണ് എന്റെ വിഷയത്തിൽ ഒരു ദൈവിക ഇടപെടലില്ലാത്തത്? എന്താണ് എന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ അരുളപ്പാടില്ലാത്തത്? എന്താണ് എന്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങി വരാത്തത്? എന്താണ് എന്റെ വിഷയത്തിൽ ദൈവകരം ചലിക്കാത്തതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ആത്മാവ് ഇന്നു പകൽ നിന്റെ ഹൃദയത്തെ വിവേചിച്ചുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, യോസഫിനു വേണ്ടി പ്രത്യക്ഷമാകാതെ പുറകിൽ ചലിച്ച കരം പോലെ, പുറകിൽ കല്ലിൽ ചലിച്ച കരം പോലെ ആത്മാവിനോട് പറയുന്നു, നിനക്ക് വേണ്ടി പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞു സ്വീകരിക്കട്ടെ. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞു സ്വീകരിക്കട്ടെ. നിനക്ക് വേണ്ടി പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ആരാധനയൊന്നും തണുത്തു പോകരുത്. ഇപ്പൊ പെന്തക്കോസ്തിന്റെ അകത്ത് പലർക്കും നാണം ആരാധിക്കാൻ. ഒരുപാട് ശബ്ദമൊക്കെ എടുത്ത് ആരാധിക്കുമ്പോ ഭയങ്കര നാണം പോലെ. സ്തോത്രം. ഒരു നാണോ ഇല്ലാതെ ആരാധിച്ച സമയം അല്ലേ ഉണ്ടായിരുന്നു?
സ്തോത്രം. ഒരു ലജ്ജയും കൂടാതെ ആലോചിച്ച സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ പലർക്കും ലജ്ജയൊക്കെ ആണോ? മത്തായി, മാർക്കോസ്, ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം, ആ ക്രൂശുമരണത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഉറക്ക നിലവിളിച്ചു അവൻ തന്റെ പ്രാണം വിട്ടു. ഉറക്ക നിലവിളിച്ച് അവൻ തന്റെ പ്രാണൻ എന്നാൽ യോഹന്നാൻ പറഞ്ഞു നിവർത്തിയായി. യോഹന്നാൻ അങ്ങനെ പറഞ്ഞു, നിവർത്തി. അതെന്നാ ചോദിച്ചാ അതിനകത്തൊരു വെളിപ്പാടുണ്ട്. ഈ മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ അടുത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സംശയം അടുത്തുണ്ടായിരുന്നു. എന്നാലും ആ പരിസരത്തുണ്ടായിരുന്നു. ഓക്കെ, പരിസരത്തുണ്ടായിരുന്നു, പക്ഷെ അടുത്തുണ്ടായിരുന്നു അറിയില്ല. അപ്പൊ ഈ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഇവർക്ക് ഇങ്ങനെ നിലവിളിച്ചു പോകുന്ന പോലെ തോന്നി. പക്ഷെ ചരിത്രം പഠിക്കുമ്പോ യോഹന്നാൻ ക്രൂശിന്റെ അടിയിലുണ്ടായിരുന്നു. കിട്ടത്തില്ല, യോഹന്നാൻ ക്രൂശിന്റെ താഴെ ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് കണ്ടവര് പറഞ്ഞു നിലവിളിച്ചവൻ പ്രാണം വിട്ടു. ക്രൂശിന്റെ അടുത്ത് നിന്നവൻ പറഞ്ഞു നിവർത്തിയായി. മിണ്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ ദൂരെ നിന്ന് ഇത് കേൾക്കുന്നവർക്ക് ഇതൊരു ബഹളമാണ്. ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് ഇത് ബഹളവും അലയും മുറവിളിയും ഭയങ്കര ബഹളമാണ്. സ്തോത്രം. നിങ്ങൾക്ക് പതുക്കെ എന്താ ആരായിച്ച്, പതുക്കെ കൈയടിച്ച തന്നെ പ്രശ്നം, പതുക്കെ അന്യഭാഷ പറഞ്ഞ തന്നെ പ്രശ്നം, ദൈവം കേൾക്കത്തില്ലേ, ഇതൊക്കെയാ പ്രശ്നം. അപ്പൊ ഈ ദൂരത്ത് നിൽക്കുന്നവൻ ഇതിനൊരു ബഹള. ഇപ്പൊ ഞാൻ പറയാം, ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ച് ദൂരം നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടെ. നിങ്ങൾ ഇത് കേൾക്കുമ്പോ നിങ്ങളും പറയാം, എന്താണ് എന്നാ ബഹള അവിടെ, എന്നാ ബഹള അവിടെ എന്ന് നിങ്ങളും പറഞ്ഞു. പക്ഷേ ഇതിന്റെ അകത്തിരിക്കുന്നവൻ ഇത് ബഹളമല്ല, ഇതിന്റെ അകത്തിരിക്കുന്നവൻ ഇത് അനുഭവമാണ്. മിണ്ടുന്നില്ല. ദൂരത്ത് നിൽക്കുന്നവന് നിലവിളിച്ച് കർത്താവ് പ്രാണം വിടുന്നു എന്ന് തോന്നുമ്പോൾ ക്രൂശിന്റെ തൊട്ട് താഴെ നിന്നവൻ പറയാ, ഇത് പ്രാണം വിട്ടത് നിലവിളിച്ചുകൊണ്ടായിരിക്കാം, പക്ഷെങ്കിൽ അതിൽ കവിഞ്ഞൊരു കാര്യം എനിക്ക് എഴുതാനുണ്ട്. ചിലത് നിവർത്തിയായി, ചിലതും നിവർത്തിയായി. പിതാവ് എന്താണോ ആഗ്രഹിച്ചത് അത് തന്റെ പുത്രൻ മുഖാന്തരം നിവർത്തിയായി എന്ന് യോഹന്നാൻ എഴുതി. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തെ ആരാധിക്കാൻ ലജ്ജിക്കരുത്, ദൈവത്തെ സ്തുതിക്കാൻ ലജ്ജിക്കരുത്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ലജ്ജിക്കരുത്. കാരണം ദൂരത്ത് നിന്ന് കേൾക്കുന്നവൻ ഇത് ബഹളമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചിലതും നിവർത്തിയാക്കുന്നതാണ് ദൈവത്തിന്റെ ആരാധന. വിശ്വസിക്കുന്നവർ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആരാധിച്ചോട്ടെ. ഇന്ന് പകൽക്കാലം ദൂരത്ത് നിൽക്കുന്നവർക്ക് ഇതിനെ ബഹളവും അസംഖ്യമായി തോന്നിയാലും ക്രൂശിന്റെ താഴെ നിൽക്കുന്നവൻ അല്ലേ അങ്ങനെ പറയരുത്. ക്രൂശിന്റെ താഴെ നിൽക്കുന്നവൻ അങ്ങനെ ചിന്തിക്കരുത്. അവനിത് ബഹളമല്ല, അവന്റെ ജീവിതത്തിൽ ചിലത് നിവർത്തിയാകുന്ന അനുഭവങ്ങളെത്രേ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തെ ആരാധിക്കാൻ നീ ലജ്ജ കാണിക്കാതിരുന്നാൽ, ദൈവത്തെ ആരാധിക്കാൻ നീ ലജ്ജ കാണിക്കാതിരുന്നാൽ, മടി കാണിക്കാതിരുന്നാൽ, അലസത കാണിക്കാതിരുന്നാൽ, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ നിവർത്തീകരിക്കാൻ നിന്റെ ആരാധനയ്ക്ക് കഴിയുമെന്ന്, നിന്റെ ആരാധനയ്ക്ക് കഴിയുമെന്ന് ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ചിലത് നിവർത്തിയാകാൻ നിന്റെ ആരാധന മുഖാന്തരം കഴിയും.
വിശ്വസിക്കുന്നവർ 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 സ്തോത്രം. മൈക്കിനകത്തൂടെ പ്രസംഗിക്കുമ്പോ പലരും പറയും, മൈക്കുണ്ടായിട്ടും എന്തിനാ ഇങ്ങനെ കാറിപ്പോകുന്നത്? മൈക്കുണ്ടായിട്ടും ചില ദൈവാസന്മാര് പ്രസംഗിക്കുമ്പോ കമന്റ് ബോക്സിന്റെ താഴെ ചിലരൊക്കെ എഴുതിയിടും, ആ മൈക്ക് മേടിച്ച പുള്ളിയുടെ തലക്കെട്ട് അടിച്ചുകൊണ്ട്. സ്തോത്രം. സത്യത്തില് ഈ മൈക്കൊക്കെ എടുക്കുമ്പോ വളരെ സമാധാനത്തോടെ നിന്ന് പ്രസംഗിക്കണമെന്നുള്ള ചിന്താഗതിയോടെ എന്ത് ചെയ്യുന്നത്, ഇതെടുക്കുന്നത്. സ്തോത്രം. ഈ കേൾക്കുന്ന നിങ്ങളെക്കാട്ടിലും ഇതിന്റെ വില പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് അറിയാം. ഇതെടുത്ത് വലിയ ബഹളമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഇവിടെ കയറി നിൽക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ മൈക്കൊക്കെ ചിലപ്പം ഉദാഹരണം, മരുഭൂമിയിൽ രണ്ടുപേര് വെള്ളമില്ലാതെ വെള്ളം കിട്ടാതെ അലയുമ്പോ കുറെ നേരം അവര് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മള് രണ്ടുപേരും കൂടെ ഒരു വഴി കൂടെ പോയാൽ ഇങ്ങനെ പോകാന്നേ ഉള്ളൂ, വെള്ളം കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് പോകാം, നീ വെള്ളം കണ്ടാൽ പറ എന്ന് പറഞ്ഞു. ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു. രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ഇവര് മുൻപോട്ട് പോകുന്ന സമയം ഒരാള് വെള്ളം കണ്ടു. വെള്ളം കണ്ടപ്പോൾ കൂടെ വന്ന ആളെ കണ്ണിന്റെ മുമ്പിൽ നിന്നും മാഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം വേറെ ദൂരത്തോട്ട് പോയി. ഉടനെ ഈ വെള്ളം കണ്ട മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉറക്ക വിളിക്കും. എത്രത്തോളം ശബ്ദം എടുത്ത് വിളിക്കാമോ അത്രത്തോളം ശബ്ദം എടുത്ത് എന്ത് ചെയ്യും? ഈ മനുഷ്യനെ വിളിക്കും. ഓടിവാ, ഓടിവാ, ഇവിടെ വെള്ളമുണ്ട്. ഞങ്ങളിങ്ങനെ ഉറക്ക ചില സമയത്തൊക്കെ പ്രസംഗിക്കുന്നതിന്റെ കാര്യം ഞങ്ങൾ ഈ വെള്ളം കണ്ടെത്തിയോണ്ടാണ്. മിണ്ടുന്നില്ല. സ്തോത്രം. ഈ വെള്ളം കണ്ടെത്തിയത് കൊണ്ടാണ് ഉറക്ക വിളിച്ചു പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഈ വെള്ളമില്ലെങ്കിൽ നീ ഓടിവാ, ഞങ്ങൾ വെള്ളം കണ്ടെത്തി, ഞങ്ങൾ വെള്ളം കണ്ടെത്തി. അത് പറയുമ്പം ആ ഫ്രണ്ട് എത്രയും ശബ്ദം ഉയർത്തി പറയാമോ അത്രയും ശബ്ദം ഉയർത്തിയായിരിക്കും വിളിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടെത്താത്ത ഒരു ജീവന്റെ നിത്യതയുടെ അനുഭവം കണ്ടെത്തിയത് കൊണ്ട് ഞങ്ങൾ ഉറക്കെ അത് പ്രസ്താവിക്കുകയാണ്. മടങ്ങി വരുന്നു. യോസഫിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ആരും കാണാതെ യോസഫിന് വേണ്ടി പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അത് വേറെ ആരുടെയും കരമല്ല, യോസഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമത്രേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്. എന്നോടാണെന്ന് ദൂതൻ നിന്റെ ഹൃദയത്തിൽ തട്ടുന്നുണ്ടെന്ന് ഏറ്റെടുത്തു. നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരിടപെടിയിലും നിന്റെ കാര്യത്തിൽ നടക്കുന്നില്ലെങ്കിലും, നേരിട്ട് ഒരു പ്രവർത്തനങ്ങളും നിന്റെ കാര്യത്തിൽ നടക്കുന്നില്ലെങ്കിലും, പരിശുദ്ധാത്മാവ് പറയുന്നു, യോസഫിന് വേണ്ടി പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ നിനക്ക് വേണ്ടി ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിലൂടി വരാം. 37-ാം അധ്യായത്തിൽ നിന്നാണ് യോസഫിന്റെ ചരിത്രം തുടങ്ങുന്നത്. അവിടെ പറയുന്നു, യാക്കോബിന്റെ ഇഷ്ടഭാര്യയായ റാഹേലിൽ ഉണ്ടായ ആദ്യജാതനാണ് യോസഫ്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അപ്പന്റെ ഇഷ്ടപുത്രൻ.
അപ്പന്റെ ഇഷ്ടപുത്രനാണ് ആര്? യോസഫ്. അപ്പന്റെ ഇഷ്ടപുത്രൻ. ശ്രദ്ധിക്കണേ, ഈ യോസഫ് രണ്ടിനാലും ഞെരുങ്ങാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ല ഞാൻ രണ്ടിനാലും ഞെരുങ്ങാണെന്ന് പറയുന്നത്. രണ്ടിനാലും യോസഫ് ഇപ്പൊ ഞെരുങ്ങ. എന്താ അറിയാവോ? ഒന്ന് അപ്പന്റെ അതിര് കവിഞ്ഞ വാത്സല്യം, രണ്ട് സഹോദരന്മാരുടെ അതിര് കവിഞ്ഞ അസൂയ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടന്ന് യോസഫ് എന്ത് ചെയ്യാ? അങ്ങ് ഞെരുങ്ങ. ഒന്ന് അപ്പന്റെ അതിര് കടന്ന വാത്സല്യവും സ്നേഹവും, രണ്ട് സഹോദരന്മാരുടെ അതിര് കടന്ന അസൂയ. ഇത് രണ്ടിനാല് യോസഫ് ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ യോസഫ് മിസ്രൈമിലെത്തണമെന്നുള്ളത് ദൈവ പദ്ധതിയാണ്. എത്ര പേര് പറയും? യോസഫ് മിസ്രൈമിലെത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. കാര്യം, അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിരുന്നു. അബ്രഹാമിന് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തിരുന്നു. അബ്രഹാമിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തിരുന്നു. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. ക്രിസ്തുവിനോട് ഹല്ലേലൂയ, അടിമ നുകത്തിൽ നിന്റെ തലമുറകൾ ആയിരുന്നാലും അവരതിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട്. അവരതിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ തുടക്കം യോസഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ വാഗ്ദത്തത്തിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്തത് ആരിൽ നിന്നാണെന്നറിയാമോ? യോസഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. യോസഫിനെയാണ് ആദ്യം ദൈവം മിസ്രൈമിൽ എത്തിച്ചത്. രാമേൻ എത്ര പേര് പറയും? രാമേൻ എത്ര പേര് പറയും? ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവിനോട് ഇടപെടുകയാണ്. ചില ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ട ചില വ്യക്തികൾ ഇതിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞു സ്വീകരിക്കുമത്? ചില ദൈവ പദ്ധതികളുടെ നിവർത്തീകരണത്തിന് വേണ്ടി, ചില ദൈവികമാകുന്ന ആഗ്രഹങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി, ചില ദൈവിക സ്വപ്നങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം ചിലരെ ഇതിന്റെ അകത്ത് കണ്ടിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ദൂത് പറഞ്ഞാൽ ഇന്ന് മകൾ ആമേൻ പറഞ്ഞ് എത്ര പേരത് സ്വീകരിക്കും? ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നിന്നെ മാറ്റി വച്ചിരിക്കുന്നു. ഓ റബല ഹദുരഗമന വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാപിക്കുക. ആ അഭിഷേകം എന്ന മകൻ നിന്റെ മേൽ വീഴട്ടെ. ആ അഭിഷേകം എന്ന മകൻ നിന്റെ മേൽ വീഴട്ടെ. ആ അഭിഷേകം നിന്റെ മേൽ ഇന്ന മകൾ വീഴട്ടെ. എന്നോട് ആത്മാവ് പറയുന്നു, ചില കാലഘട്ടത്തിന് വേണ്ടി, ചില ദൈവത്തിന്റെ പദ്ധതി നിവർത്തീകരിക്കാൻ വേണ്ടി, ചില ദൈവിക സ്വപ്നങ്ങൾ നിവർത്തീകരിക്കാൻ വേണ്ടി ദൈവം നിന്നെ മാറ്റി വച്ചിരിക്കുകയാണ്. ഇന്ന് മകനെ അഭിഷേകം സ്വീകരിക്കാൻ മനസ്സുള്ള പ്രിയപ്പെട്ടവർ ആത്മാവിൽ ഏറ്റെടുത്ത് അത് സ്വീകരിക്കാൻ. ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ആഗ്രഹം നിറവേറ്റാനല്ല, എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ നിറവേറ്റപ്പെടുവാൻ എന്നെ ഉപയോഗിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത ആത്മാവിൽ നന്ദി പറയട്ടെ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ആത്മാവി പറയുന്നു, യോസഫിനെ പോലെ ചിലരെ ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തീകരണത്തിനു വേണ്ടി ദൈവം സ്പെഷ്യലായി മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ന് പകൽ അഭിഷേകം വീഴാൻ പ്രാർത്ഥിക്കുക. ഇന്ന് അഭിഷേകം എന്റെ മേൽ വീഴാൻ പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ ഞാനും പെടുമെങ്കിൽ, ഞാനും അതിൻ്റെ അകത്ത് നിയോഗിക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ കൂടെ
അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം എന്റെ മേൽ വീഴട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ദൈവദാസന്റെ മകളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു റിവൈവൽ നടക്കും, ഒരു റിവൈവൽ നടക്കും, ഒരു ഉണർവുണ്ട്, ഒരു ഉണർവുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. മോളെ, ആ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. 20 വർഷം ഇസ്രായേൽ ജനം ശത്രുവിന്റെ ഭീഷണിക്ക് മുമ്പിൽ തണുത്തും മരവിച്ച് ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ടിരുന്നപ്പോൾ ദെബോര എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒറ്റ പ്രവചനം പ്രവചിച്ചതേ ഉള്ളൂ, ഉണർവ് അവിടെ ഇറങ്ങി. മരിച്ചു കിടന്നതും തണുത്തു കിടന്നതും ധൈര്യമില്ലാതെ കിടന്നതും ജീവനില്ലാതെ കിടന്നതൊക്കെ ഒറ്റ പ്രവചനത്തിൽ എഴുന്നേറ്റു. സ്തോത്രം. അങ്ങനെ ദൈവാത്മാവ് മോളോട് പറഞ്ഞത്, ഞാൻ ഇത് ഉദാഹരണം പറയാൻ കാര്യം, പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകൽ ഇടപെടുന്നു. ചില ദൈവ പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം ചിലരെ കണ്ടുവച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്തളങ്ങളിൽ ദൈവം ചിലരെ കണ്ടുവച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. പരിശുദ്ധാത്മാവ് നിന്നെ അതിനായി ഉപയോഗിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? വേഗത്തിൽ വരാം. 37-ാം അധ്യായം പഠിക്കുമ്പോൾ യോസഫിന്റെ പ്രായം 17 വയസ്സ്. 17 എന്ന സംഖ്യ എന്തിനെ കാണിക്കുന്നു? 17 എന്ന സംഖ്യ പൂർണ്ണ ജയത്തെ കാണിക്കുന്നു. 1, 2, 3, 4, 5, 6 ഈ സംഖ്യകൾക്കെല്ലാം ഓരോ അർത്ഥമുണ്ട്. ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കാം സംഖ്യകളെ കുറിച്ച്. അപ്പൊ 17 എന്ന് പറയുന്ന സംഖ്യ എന്തിനെ കാണിക്കുന്നു? പൂർണ്ണ ജയത്തെ കാണിക്കുന്നു. പൂർണ്ണ ജയത്തെ കാണിക്കുന്നു. ഇതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്കറിയാം, യോസഫിന്റെ 17 വർഷ കാലയളവിൽ യാക്കോബ് യോസഫിനെ കണ്ടു. അതിനുശേഷമുള്ള കാലയളവിൽ യോസഫിനെ യാക്കോബ് കണ്ടില്ല. യാക്കോബ് മരിക്കുന്ന അവസാന 17 വർഷം യോസഫിനെ വീണ്ടും യാക്കോബ് കണ്ടു. മിസ്രൈമിൽ യോസഫിനെ കണ്ടു തന്നെ യാക്കോബ് മരിച്ചത്. അപ്പൊ ശ്രദ്ധിച്ച്, യോസഫിന്റെ ജനനം മുതൽ 17 വയസ്സുവരെ യാക്കോബ് യോസഫിനെ കണ്ടു. അവസാന നിമിഷം 17 വർഷം യാക്കോബ് മരിക്കുന്നതിന് മുമ്പുള്ള 17 വർഷം യോസഫിനെ കണ്ടാണ് യാക്കോബ് മരിച്ചത്. ക്രൈസ്തലോട് ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിന്റെ അവസാനവും പൂർണ്ണതയോടെയാണ് യാക്കോബ് വിട പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് 17 എന്ന സംഖ്യ പൂർണ്ണ ജയത്തെ കാണിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ ആമേൻ പറയാൻ മനസ്സുള്ളവർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, പൂർണ്ണ ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, പൂർണ്ണ ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ ആത്മാവിനോട് അങ്ങനെ പറയുന്നു, പൂർണ്ണ ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഇന്ന് ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഒരു പൂർണ്ണ ജയം വെളിപ്പെടുക തന്നെ വേണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ഒരു പൂർണ്ണ ജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, അപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു യോസഫ്. എന്നാൽ ഈ അപ്പന്റെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു വീഴ്ച ഉണ്ടായി, ഒരു അബദ്ധമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, യോസഫിനെ കൂടുതലായി സ്നേഹിച്ച് യോസഫിന് ഒരു വസ്ത്രം കൊടുത്തു, നിലയങ്കി. അല്ലെ, നിലയങ്കി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുത്രപുത്രിമാരുടെയും അവരുടെ ശരീരഭാഗം മുതൽ കാൽപാദം വരെ കിടക്കുന്ന നേർമയുള്ള പല നിറമുള്ള
പല നിറത്താൽ തുന്നപ്പെട്ട ഭംഗിയുള്ള വസ്ത്രമാണ് നിലേമ്പി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഡ്രസ്സിന് ഭംഗിയുണ്ട്, അതിനൊരു അധികാരമുണ്ട്, അതിനൊരു എടുപ്പുണ്ട്. സ്തോത്രം. അതൊരാൾ ധരിച്ചു വന്നു കഴിഞ്ഞാൽ അവനൊരു വിലയുണ്ട്. മനസ്സിലായി? നിലയങ്കിയെ കുറിച്ച് കൂടുതലായി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പ്രശ്നം. അപ്പൊ ഇത് അപ്പൻ എന്ത് ചെയ്തു? യോസഫിന് കൊടുത്തു. ഇവിടെ അപ്പൻ കാണിച്ചത് ഒരു പക്ഷാഭേദം അല്ലേ? അല്ലേ? അത് യാക്കോബിന് പറ്റിയ ഒരു അബദ്ധമാണ്. യാക്കോബ് ചിന്തിക്കാതെ ചെയ്തൊരു കാര്യമാണ്. പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചിലർക്കൊന്നും ബോധമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഉണ്ടോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അപ്പൻ, അമ്മ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? സ്തോത്രം. ഒന്നേ ഉള്ളെങ്കിൽ സന്തോഷം. ഹല്ലേലൂയ. രണ്ടും മൂന്നും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇനി ഞാൻ പറയാം, അപ്പന്റെ അവകാശത്തിൽ നിന്ന് എങ്ങനെ യാക്കോബ് പുറത്തു പോയത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ പറയാമെന്ന്. അവിടെ അമ്മ ഇത് തന്നെ കാണിച്ചു. യാക്കോബിന്റെ അമ്മയെ ഇത് തന്നെ കാണിച്ചത്. അന്ന് യാക്കോബിന്റെ അമ്മ അത് കാണിച്ചതുകൊണ്ട് എന്നേക്കുമായി മാതാവിൽ നിന്ന് വേർപെട്ടു പോകേണ്ടി വന്നു, മാറിപ്പോകേണ്ടി വന്നു യാക്കോബിന്. അതേ സ്വഭാവം തന്നെയാണ് യാക്കോബ് ഇവിടെ കാണിച്ചത്. ഇപ്പൊ ദാണ്ട് യോസേഫും എന്നേക്കുമായി യാക്കോബിൽ നിന്ന് പോകാൻ തുടങ്ങിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചില അവകാശത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യം പിശാച് പുറത്താക്കിയതൊന്നുമല്ല. ദൈവം തന്ന അവകാശത്തിൽ നിന്ന് ഒരിക്കലും പിശാചിന് നിന്നെ പുറത്താക്കാൻ പറ്റത്തില്ല. അത് ദൈവം നിനക്ക് തന്ന അവകാശം. അതിനകത്തുനിന്ന് പിശാചിന് നിന്നെ പുറത്താക്കാൻ പറ്റത്തില്ല. ഇനിയും എങ്ങനെ പുറത്തു പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് പോകാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനൊക്കെ എന്ത് ചെയ്യാം? ദൈവം തന്ന അവകാശത്തിൽ നിന്ന് പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിശാചിനെ പ്രാർത്ഥിച്ച പാസ്റ്റർമാരെയും കുറ്റം പറയുന്നു. സ്തോത്രം. പോയ പോക്കുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയരുത്, പിശാചിനെ കുറ്റം പറയരുത്. ദൈവം തന്ന അവകാശം ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല. ദൈവം തന്ന അവകാശത്തിൽ നിന്ന് നീ മാറിപ്പോകണമെങ്കിൽ അത് നിന്റെ കുറവാണ്. നിന്റെ കുറവാണത്. ആ കുറവ് നികത്തണം. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മടങ്ങി വരണം. ക്രൈസ്തലോട് ഹല്ലേലൂയ. കഴിഞ്ഞ ബുധൻ ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ, അപ്പന്റെ ഭവനത്തിൽ നിന്നൊരു മകൻ ഇറങ്ങിപ്പോയി അല്ലേ? ക്രൈസ്തലോട് അപ്പൻ അവനെ ഇറക്കി വിട്ടതല്ല, അവന്റെ അവകാശത്തിൽ നിന്ന് അപ്പൻ ഇറക്കി വിട്ടതല്ല, അവൻ പോയതാ. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ സ്വീകരിച്ചില്ലേ? ഹല്ലേലൂയ. ക്രൈസ്തലോട്. അപ്പൊ ശ്രദ്ധിച്ചധികം മക്കളെ, ഇവിടെ യാക്കോബിന് ഒരു അബദ്ധം പറ്റി. യാക്കോബ് യോസഫിനെ ഒരുപാട് സ്നേഹിച്ചു. ആ വിഷയം നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും അത് യാക്കോബിന്റെ ജീവിതത്തിലെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിൻ്റെ അകത്ത് വേറൊന്നും ന്യായീകരിക്കാനില്ല. ക്രൈസ്തലോട് അല്ലെങ്കിൽ ഞാൻ ആത്മാവി പറയാം, മക്കളെ ഒരിക്കലും വേർതിരിച്ചെത്തിയരുത്. മക്കളെ ഒരിക്കലും വേർതിരിച്ച് കാണരുത്. അങ്ങനെയുള്ള ഏതെങ്കിലും അപ്പനും അമ്മയും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടു. 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ ഇനി 10 ആണെന്ന് ഇരിക്കട്ടെ, മക്കളെ എന്ത് ചെയ്യരുത്? വേർതിരിച്ച് കാണരുത്. ചില അപ്പനും അമ്മയുണ്ട്, നീ ഇങ്ങനെ ഇരുന്നോ, അപ്പുറത്തെ വീട്ടിലെ ആ ചെറുക്കൻ എന്നാ പഠിക്കുന്നു, നീ ഇങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ. ഇങ്ങനെ വേർതിരിച്ച് എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. ഇത് വെറുതെ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് ഇടപെടാതെ പറയുന്നില്ല. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, നീ പഠിക്കത്തൊന്നുമില്ല, അപ്പുറത്തെ മോള് കണ്ടോ നന്നായിട്ട് പഠിക്കും. ഇങ്ങനെ മക്കളോട് സംസാരിക്കരുത്. അവർക്ക് എവിടെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിന്നത് പരിഹരിക്കുകയാണ് അപ്പനൊക്കെ ചെയ്യുന്നത്, അല്ലാതെ കുറ്റം പറയും. ഒരു പക്ഷേ യാക്കോബിന് നീണ്ട വർഷം ഇരുന്ന് കരയേണ്ട പോലെ നിങ്ങൾക്കും കരയേണ്ടി വരും.
യാക്കോബ് നീണ്ട വർഷം ഇരുന്ന് കരഞ്ഞതുപോലെ നിങ്ങളും കരയേണ്ടി വരും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, മക്കളെ വേർതിരിച്ച് കാണരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചതിയോ മക്കളെ, ഇങ്ങനെ അപ്പൻ അധിക വാത്സല്യവും നിലയങ്കിയും ഒക്കെ യോസഫിന് കൊടുത്തത് കൊണ്ട് ദൈവജനം പഠിപ്പിക്കുകയാണ്, ദൈവജനം പറയുകയാണ്, ഹല്ലേലൂയ, സഹോദരന്മാർക്ക് അവനോട് വൈരാഗ്യം. വൈരാഗ്യം. അപ്പൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ജോസഫ് ചോദിച്ചൊന്നില്ലേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ദൈവവചന ചരിത്രം പഠിപ്പിക്കുന്നത്, ക്രൈസ്തവരോട് ഇസ്രായേലിയർ പരസ്പരം കാണുമ്പോൾ അവർ ഷാലോം എന്ന് പറയും. ഷാലോം എന്ന് പറയും. ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ഇസ്രായേലിയർ തമ്മിൽ ആര് കണ്ടാലും അവർ ഷാലോം എന്ന് പറയും. എന്ന് വെച്ചാൽ സമാധാനം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വാക്കുപോലും യോസഫിനോട് പറയാൻ സഹോദരന്മാർക്ക് മനസ്സില്ലാതെ പോയി. അപ്പൊ നോക്കി, എന്തുമാത്രം വെറുപ്പും വിദ്വേഷവും വേദനയും അവരുടെ ഹൃദയത്തിൽ ഉണ്ടായെന്ന് ഒന്ന് ചിന്തിച്ചേ. നമ്മളെപ്പോഴും യോസഫിനെ കുറിച്ച് പറയുന്നവരല്ലേ? ഞാൻ ഇഷ്ടംപോലെ പ്രസംഗം കേട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ യോസഫിനെ കുറിച്ച് പറയുന്നവരാ. ഒത്തിരി ദൂതുകൾ ദൈവം പറഞ്ഞിട്ടില്ലേ? അല്ല, യോസഫിനെ മാനിച്ചതുപോലെ ദൈവം നിന്നെ മാനിക്കും, അല്ലേ? സഹോദരന്മാരുടെ ഇടയിൽ ദൈവം നിന്നെ ഉയർത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക്. ശ്രോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ കുറച്ചൊന്നും പറ പാസ്റ്ററെ, എന്നാലും മനസ്സിന്റെ ആശ്വാസം. സ്തോത്രം. ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചേ, അല്ലെങ്കിൽ ഷാലോം എന്ന് പോലും അല്ലെങ്കിൽ സ്വന്തം സഹോദരനോട് പറയാൻ കഴിയാതെ ക്രൈസ്തവരോട് അവർക്കുണ്ടാകുന്ന മാനസിക വേദന, അവരിലുണ്ടായിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എന്തുമാത്രം വലുതായിരിക്കും. എന്തുമാത്രം യോസഫുമായിട്ട് അവരകന്നത് കൊണ്ടാണ് അവർക്ക് യോസഫിനോട് സമാധാന വാക്കുപോലും പറയുവാൻ കഴിയാതെ പോയത്. അതൊരു വശമാണ്, അത് മറക്കരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യോസഫ് 2 സ്വപ്നം കണ്ടു. ഇനി വേഗത്തിൽ പോവാണ്. യോസഫ് 2 സ്വപ്നം കണ്ടു. ഒന്നാമത്തെ സ്വപ്നം കാണിക്കുന്നത് ഭൗമികവും കാർഷികവുമാകുന്ന അനുഭവമാണ്. സ്വപ്നമൊന്നും വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ സ്വപ്നം എന്താണ്? ഭൗമികവും കാർഷികവുമാകുന്ന സ്വപ്നമാണ് ഒന്നാമത്തെ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ളതാണ് ആ സ്വപ്നം, ഈ ഭൂമിയിലുള്ളത്. രണ്ടാമത്തെ സ്വപ്നമോ സ്വർഗീയമാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ സ്വപ്നം ദൈവം കൊടുത്തതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ നിവർത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സ്വപ്നം ഭൗമികവും കാർഷികവുമാണ്. രണ്ടാമത്തെ സ്വപ്നം സ്വർഗീയമാണ്. അത് പറയാൻ കാര്യം എന്നറിയാമോ? അത് പറയാൻ കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്വപ്നം ദൈവം എങ്ങനെ കൊടുത്തോ അതനുസരിച്ച് തന്നെയാണ് ആ സ്വപ്നം ദൈവം നിവർത്തിയാക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകലൊരു ദൂത് പരിശുദ്ധാത്മാവിന് ഞാൻ പറയാം. ദൈവം നിനക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, അത് വള്ളി പുള്ളി തെറ്റത്തില്ല. അത് വള്ളി പുള്ളി തെറ്റത്തില്ല. എന്താണോ ദൈവം പറഞ്ഞത് അതിന്റെ ഓർഡറിൽ തന്നെ കാര്യം നടക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിപ്പോൾ 2 മണിക്ക് മല്ലപ്പള്ളിക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഹല്ലേലൂയ 1:45 വേറൊരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മല്ലപ്പള്ളിയിലെ പ്രോഗ്രാം തൽക്കാലം 3 മണിക്കത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1:45 ഹല്ലേലൂയ ആ വന്ന പ്രോഗ്രാമിന് പോകും. ഇതുപോലെ ദൈവത്തെ കിട്ടത്തില്ല. സ്തോത്രം, അല്ലെങ്കിൽ ദൈവം ഇതുപോലല്ല. ദൈവം ഒരു സമയവും, ദൈവം നിന്നോടൊരു അരുളപ്പാടും, ദൈവം നിന്നോടൊരു ആലോചനയും, ദൈവം നിനക്കൊരു സ്വപ്നവും ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ നിവർത്തി ആ ഓർഡറിൽ തന്നെ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ സംശയം എന്താ? ഇങ്ങനെ നിവർത്തിയാകുമോ? ഞാൻ പറഞ്ഞ എന്താ? ഓർഡറിൽ തന്നെ നിവർത്തിയാകുമെന്ന.
നമ്മുടെ സംശയം എന്താ? ഓർഡർ വന്നില്ലേലും സാരമില്ല, ഇത് നടന്നു കണ്ടാൽ മതി. ഇതാണ് നമ്മുടെ ചിന്ത. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ചിന്താഗതി മാറ്റാൻ ദൈവാത്മാവ് പറയുന്നു. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ അതിൻ്റെതാകുന്ന ഓർഡറിൽ തന്നെ ദൈവം നിവർത്തിയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് വിളിച്ചു പറയുക. യോസഫിന് ദൈവം കൊടുത്ത സ്വപ്നം ഹല്ലേലൂയ ദൈവം കൃത്യമായിട്ട് നിവർത്തീകരിച്ചതുപോലെ നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം എന്റെ ദൈവം നിവർത്തിയാക്കുമെന്ന്. ആമേൻ. ആത്മാവ് ദൂത് പറയുക. വഴി തെറ്റത്തില്ല, സമയം തെറ്റത്തില്ല, കാലം തെറ്റത്തില്ല, ഡേറ്റ് തെറ്റത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഓർഡർ മാറാതെ തന്നെ ദൈവം നിനക്ക് തന്ന ചില ദർശനം, ദൈവം നിന്നോട് സംസാരിച്ച ചില ആലോചന, ദൈവം നിന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. 2 സ്വപ്നം കണ്ടു. ഒന്ന് ഭൗമികമായതും കാർഷികമായതും, 2 സ്വർഗീയമായതും. പുരാതന കാലഘട്ടത്തിൽ സൂര്യചന്ദ്ര ഗോളങ്ങളെ, ജ്യോതിർ ഗോളങ്ങളെ ഭരണകർത്താക്കളുമായിട്ട് ഉപമിക്കുന്നു എന്ന് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നു. പുരാതന കാലഘട്ടം ഈ ജ്യോതിർഗോളങ്ങളെയൊക്കെ ഭരണകർത്താക്കളെ യോസേഫ് സ്വർഗീയമായ രണ്ടാമത് കണ്ട സ്വപ്നം അതായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, എന്ത് ചെയ്യാം? നിങ്ങൾ ചിന്തിച്ചേ, യോസഫിനോട് ഇത്രയും വൈരാഗ്യവും ഇത്രയും അസൂയ, ഇത്രയും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് മനസ്സിലാക്കി, ഞാൻ വായിപ്പിക്കേണ്ട ഭാഗങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വിടുക. ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എന്ത് ചെയ്തു? അപ്പൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ യോസഫിനെ വിട്ടു. Praise the Lord. Praise the Lord. മാനുഷികമായി നോക്കിയാൽ യാക്കോബ് കാണിച്ച രണ്ടാമത്തെ അബദ്ധം. ഒന്നാമത്തെ അബദ്ധം പക്ഷഭേദം കാണിച്ചു. രണ്ടാമത്തെ അബദ്ധം ഇത്രയും വൈരാഗ്യത്തോടിരിക്കുന്ന സഹോദരന്മാരുടെ ഇടയിലേക്ക് തന്റെ മകനെ അയച്ചു. മാനുഷികമായി നോക്കിയ രണ്ടാമത്തെ അബദ്ധം. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുക. ദൈവം കൊടുത്ത സ്വപ്നം, ആ സ്വപ്നം ദൈവം അതേപോലെ നിവർത്തിയാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമത്തെ ഭൗമികവും കാർഷികവുമാകുന്ന സ്വപ്നം, ആ സ്വപ്നം ദൈവം അങ്ങനെ തന്നെ നിവർത്തിയാക്കിയത്. അതിന് വേറെ അർത്ഥമൊന്നുമില്ല, വേറെ അർത്ഥമൊന്നും നിങ്ങൾ കണ്ടെത്തണം. കാരണം ആ സ്വപ്നം നിവർത്തിയായത് ക്ഷാമകാലം വന്നപ്പോഴാണ് നിവർത്തിയായത്. അവര് ധ്യാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? എവിടെ വന്നു? യോസഫിന്റെ അടുത്ത് വന്ന് അവനെ നമസ്കരിക്കേണ്ടി വന്നു. അതാ ഒന്നാമത്തെ സ്വപ്നം. രണ്ടാമത്തെ സ്വപ്നം അതുപോലെ തന്നെ. യാക്കോബ് മിസ്രൈമിൽ വന്ന് യോസഫിനെ നമസ്കരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവത്തിന്റെ സ്വപ്നങ്ങളോ ആലോചനകളോ അരുളപ്പാടുകളോ ഒന്നും വഴിതെറ്റിപ്പോകത്തില്ല, സമയം മാറിപ്പോകത്തില്ല. അത് കൃത്യമായി ഓർഡറിൽ തന്നെ വെളിപ്പെടും. നിങ്ങളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചോണം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ശ്രദ്ധയോടെ കേൾക്കുക. ഹല്ലേലൂയ. യോസഫ് അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വരുന്ന കാഴ്ച ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞൊരു വാക്കുണ്ട്. ദാണ്ട് സ്വപ്നക്കാരൻ വരുന്നു, ദാണ്ട് സ്വപ്നക്കാരൻ വരുന്നു, ഇവന്റെ സ്വപ്നങ്ങൾ നിവർത്തി ആകുന്നത് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞവർ പരിഹസിച്ചു. ഇന്ന് പകൽക്കാലം എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു.
നിന്നോട് ദൈവം അറിയിച്ച ചില ആലോചനകൾ, ദൈവം നിന്നോട് അറിയിച്ച ചില വാഗ്ദത്തങ്ങൾ, നിന്നോട് ദൈവം അറിയിച്ച ചില സ്വപ്നങ്ങൾ, ദൈവം നിന്നോട് അറിയിച്ച ചില ദൂതുകൾ നടപ്പിലാകുന്നതൊന്ന് കാണണമെന്ന് പറഞ്ഞ് ശത്രുവാകുന്നവൻ പരിഹസിച്ചു നിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും എന്നോട് എന്റെ പ്രാണനാഥൻ അരുളപ്പാട് ചെയ്ത ആലോചനകളും ദൂതുകളും നിവർത്തിയാകുന്നത് വരെ ഞാൻ അതിനുവേണ്ടി വില കൊടുത്തു നിൽക്കുമെന്ന് അകത്തളങ്ങളിൽ ഉറപ്പുള്ള ദൈവമൊക്കെ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ മഹത്വം കൊടുക്ക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്ക്. എന്നോട് ദൈവം അറിയിച്ച അരുളപ്പാട്, എന്നോട് ദൈവം അറിയിച്ച ആലോചന, എന്നോട് ദൈവം അറിയിച്ച ദൈവത്തിന്റെ ദൂതകൾ, അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു കൂട്ടം ദിവസം തുറക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മധൈര്യത്തോട് വിളിച്ചു വരാ. അതിനുവേണ്ടി ഞാൻ വില കൊടുത്തു നിൽക്കുന്നു. അത് പ്രാപിക്കുന്നത് വരെ, അത് നിവർത്തിയാകുന്നത് വരെ ഞാൻ അതിനു വേണ്ടി വില കൊടുത്തു നിൽക്കുന്നു. എത്ര പേർ ഉറപ്പുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് ദൈവം നിന്നോട് അറിയിച്ച ആലോചനകൾ മാറിപ്പോകത്തില്ല. ദൈവം നിന്നോട് അറിയിച്ച അരുളപ്പാട് മാറിപ്പോകത്തില്ല. ദൈവം നിന്നോട് അറിയിച്ച ദൈവത്തിന്റെ ദൂത് മാറിപ്പോകത്തില്ല. സമയം തെറ്റത്തില്ല, വഴി തെറ്റത്തില്ല. അത് ഓരോ തന്നെ വെളിപ്പെടുക തന്നെ ചെയ്യൂ. ഇന്ന് പകൽക്കാലം പരിഹസിക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവം അത് നിവർത്തിയാക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ നിന്ന് ദൂത് പറയുകയാണ്. വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ അരുളപ്പാടുള്ളവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ ആലോചനകളുള്ളവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവർ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവിനോട് ഇടപെടുന്നു. ദൈവം ചിലത് നിവർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ സഹോദരന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ശത്രു വെല്ലുവിളിച്ചു നിൽക്കുക. ഞങ്ങൾക്കൊന്ന് കാണണം അവന്റെ സ്വപ്നം നിവർത്തിയാകുന്നത്, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ശത്രുവാകുന്നവൻ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ സംശയിക്കാതെ, ദൈവത്തിന്റെ ആലോചനകളെ സംശയിക്കാതെ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ സംശയിക്കാതെ വില കൊടുത്തു നിൽക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വില കൊടുക്കേണ്ട പോലെ നീ വില കൊടുക്കുന്നില്ല, വില കൊടുക്കേണ്ട പോലെ വില കൊടുക്കുന്നില്ല. ഞങ്ങൾ ഇതൊന്നും കേൾക്കുന്നതല്ലേ, ഞങ്ങൾ ഇതൊന്നും കാണുന്നതല്ലേ, ഇതൊന്നും ഞങ്ങളോട് പറയുന്നതല്ലേ എന്ന ചിന്താഗതിയാണ് ചിലരെ ഭരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അങ്ങനെ ചിലരെ ഭരിക്കുന്നത്. സ്തോത്രം. ഇത് ഞങ്ങൾ എന്നും കേൾക്കുന്നതാ, ഇത് ഞങ്ങളോട് എന്നും പറയുന്നതാ. എന്നിട്ട് എന്താ നടന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ നോക്കി വിരൽ ചൂണ്ടി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തെ സംശയിക്കരുത്, ദൈവത്തിന്റെ ആലോചനയെ സംശയിക്കരുത്, ദൈവത്തിന്റെ ദൂതകളെ സംശയിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ സംശയിക്കരുത്, ദൈവത്തിന്റെ സ്വപ്നങ്ങളെ സംശയിക്കരുത്. ഹല്ലേലൂയ. സാറയോടും അബ്രഹാമിനോടും പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത വർഷം ഈ സമയം ഒരു തലമുറ ജനിക്കും. എന്നാൽ മാറി നിന്ന് ജനിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? സാറേ, നീ എന്തിനാ ചിരിച്ചത്? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ട്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സംശയരോഗം ആദ്യം മാറ്റ്. നിന്റെ സംശയരോഗം ആദ്യം മാറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയെ സംശയിക്കരുത്, ദൈവത്തിന്റെ അരുളപ്പാടുകളെ സംശയിക്കരുത്, ദൈവം നിന്നോട് ഇടപെട്ട കാര്യങ്ങളെ സംശയിക്കരുത്, ദൈവം നിനക്ക് തന്ന സ്വപ്നത്തെ സംശയിക്കരുത്, ദൈവം നിന്നോട് പറഞ്ഞ ദൂതിനെ നീ സംശയിക്കരുത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അങ്ങനെ ശത്രു പരിഹസിച്ചുകൊണ്ട് നിൽക്കുക, ഇതൊന്നും നടപ്പിലാകുന്നത് കാണട്ടെ. അങ്ങനെ ശത്രു നിൽക്കുമ്പോൾ നീ സംശയിക്കരുത്, അങ്ങനെ ശത്രു നിൽക്കുമ്പോൾ നീ പുറകോട്ട് പോകരുത്, അങ്ങനെ ശത്രു വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ നീ ദൈവത്തിന്റെ ആലോചനയെ സംശയിക്കരുത്. സ്തോത്രം,
സ്തോത്രം. ഞാൻ അവിടെ കൊണ്ട് അത് നിർത്തുക. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. സംശയിക്കരുത്. ഭർത്താവ് ഭാര്യയെ സംശയിക്കും, ഭാര്യ ഭർത്താവിനെ സംശയിക്കും, അല്ലേ? പല സംശയങ്ങളുണ്ട്. സ്തോത്രം. അത് നല്ല സ്വഭാവം അല്ല. ഇനി അത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിലും ദൈവത്തെ സംശയിക്കരുത്. ദൈവാലോചനകളെ സംശയിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഡയറിയിൽ ദൈവം എന്നോട് അറിയിച്ച വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചു. എഴുതി തീർന്നില്ല, ഇനി എഴുതാൻ കിടക്കും. ഞാൻ അത് വെച്ച് ഇപ്പൊ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കത്തില്ല, ഓരോ വാഗ്ദത്തം ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാമോ? എനിക്കൊരു വിശ്വാസമുണ്ട്. പറഞ്ഞത് പല ദൈവദാസന്മാരാണെങ്കിലും, ഹല്ലേലൂയ, ഞാൻ കേട്ടത് പല ദൈവദാസന്മാരിലൂടെയും ദൈവദാസിമാരിലൂടെയാണെങ്കിലും പറഞ്ഞത് എന്റെ തമ്പുരാനാണെന്ന്, പറഞ്ഞത് എന്റെ ദൈവമാണെന്നുള്ള ഉറപ്പെനിക്ക്. സ്തോത്രം. അവര് എങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയത്തില്ല, പക്ഷെ അവര് പറഞ്ഞത് ദൈവാത്മാവ് അറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്? യേശു അറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്? ദൈവം അറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ നാമത്തിലല്ലേ പറഞ്ഞത്? അവര് പിന്മാറിപ്പോയാലും സാരമില്ല, ദൈവത്തിന്റെ നാമത്തിൽ എനിക്ക് കിട്ടിയത് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അത് തന്നെയാണ് ഇസ്രായേൽ തലമുറകളോടും പറഞ്ഞത്. നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തീകരിക്കും, കാരണം എന്റെ നാമത്തെക്കാട്ടിലും വലിയൊരു നാമമില്ല. ആ കാര്യം പറയുന്നു. സംശയിക്കരുത്, ആലോചനകൾ സംശയിക്കരുത്, ദൂതുകൾ സംശയിക്കരുത്, ദൈവം നിന്നോട് അറിയിച്ച പ്രവചനങ്ങൾ സംശയിക്കരുത്. സാഹചര്യം ഒരു പക്ഷേ സംശയം ഉണർത്തുന്നതാണെങ്കിൽ പോലും സംശയിക്കരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഞാൻ വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, സമയം തീർന്നു. പ്രിയമുള്ളവരെ, യോസഫിന്റെ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് ഇതുവരെ വന്നില്ല. യോസഫിന്റെ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ യോസഫിന്റെ ചരിത്രത്തിലെ കേന്ദ്ര ബിന്ദുവാണ് ഈ വസ്ത്രം ഇടുന്നതും ഊരുന്നതും. അങ്ങനെ അങ്ങ് പറഞ്ഞ് ഈ ഭാഗം അങ്ങ് അവസാനിപ്പിക്കുക കേട്ടോ. സ്തോത്രം. യോസഫിന്റെ ചരിത്രത്തിലെ കേന്ദ്ര ബിന്ദുവാണ് എന്ത്? വസ്ത്രം ഇടുന്നതും ഊരുന്നതും. ഒന്നാം, അപ്പൻ ഒരു നിലയങ്കി ഇട്ടു, സഹോദരന്മാരത് അപ്പനിട്ടു, അച്ചാച്ചന്മാരത് ഊരി. രണ്ട്, പോത്തിഫറിന്റെ ഭാര്യ യോസഫിന്റെ വസ്ത്രം പിടിച്ചു, യോസഫ് അത് ഇട്ടിട്ടോടി. ഇട്ടിട്ട് യോസഫിനറിയാം, വസ്ത്രം പോയാൽ വേറെണ്ണം കിട്ടും, ജീവിതം പോയാൽ വേറെണ്ണം കിട്ടത്തില്ലെന്ന് യോസഫിനറിയാം. യോസഫ് എന്ത് ചെയ്തു? ഓടി. ഈ ഓട്ടം ഓടിയത് എവിടാന്ന് അറിയോ? ചെന്നേ ജയിലില്ല. അവിടെ ചെന്നപ്പോ വേറൊരു വസ്ത്രം കിട്ടി. സ്തോത്രം. വേറൊരു വസ്ത്രം. അപ്പം അരമനയുടെ അകത്തൊരു വസ്ത്രം ഊരി, ജയിലിൽ ചെന്നപ്പോ ഒരെണ്ണം കിട്ടി. രാജാവ് യോസഫിനെ വിളിച്ചപ്പോൾ, ഏതാ ലാസ്റ്റ് സ്വപ്നത്തിന്റെ വിവരണത്തിനെ വിളിച്ചപ്പോ, സമയമില്ലാത്തോണ്ട് എടുക്കാത്ത, കുണ്ടറയിൽ വന്നിട്ട് ഇട്ട വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ധരിച്ചു. കാരണം രാജാവിന്റെ മുമ്പിലോട്ട് പോകുമ്പോ ഈ ജയിലിലെ വേഷം കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് ഊരിയിട്ട് അടുത്ത് എന്ത് ചെയ്തു? ഇട്ടു. അത്രയും മനുഷ്യനിടിയിപ്പിച്ചതാ. ആമേൻ പറ. അത്രയും മനുഷ്യനിടിയിപ്പിച്ചതാ. അടുത്ത ദൂത്, യോസഫെ, ഇനിയും ഇടാൻ പോകുന്ന വസ്ത്രം മരിക്കുന്നത് വരെ നീ ഊരത്തില്ല. ഇനിയും നീ ഇടാൻ പോകുന്ന വസ്ത്രം മരിക്കുന്നത് വരെ ഊരത്തില്ല.
അതാ നമ്മൾ വായിച്ച വസ്ത്രം, നേർമയുള്ള വസ്ത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ശ്രദ്ധയോടെ കേൾക്ക്. ഫറവോൻ അടുത്ത് വിളിച്ച് തന്റെ സ്വപ്നം പറഞ്ഞപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വെളിപ്പെടുന്ന വസ്ത്രം ഫറവോന കൊടുത്തെങ്കിലും അത് ദൈവത്തിന്റെ സ്വർഗീയമായ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു എന്ന് മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. പലതും ഇട്ടും ൂരിയും ആണ് നീ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതം മുഴുവൻ നിനക്കിടാൻ കഴിയുന്ന ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാടിലൂടെ ആരാധന വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽ ആമേൻ പറഞ്ഞത് സ്വീകരിക്കാൻ മനസ്സുള്ള പ്രിയപ്പെട്ടവർ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. തന്റെ മെസ്സേജിന് ഹരിയവസവനെ കുറിച്ചിരിക്കുക അത്ഭുതം ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ സ്തുതിച്ചോ. ദൈവം വാഗ്ദത്തം ചെയ്തത്, ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തത്, ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തത് വെളിപ്പെടാൻ പോകുന്നു, വെളിപ്പെടാൻ പോകുന്നു. ആത്മാവിനടുത്ത് ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. ഇതുവരെ നിന്റെ ജീവിതം പല വസ്ത്രങ്ങൾ കയറി ഇറങ്ങി പോയതാണെങ്കിൽ ആത്മാവ് പറയുന്നുണ്ട്, ഇനിയും ദൈവം തരാൻ പോകുന്നത്, ഇനിയും ദൈവം അണിയിക്കാൻ പോകുന്നത് എന്നേക്കും നിന്റെ ലൈഫിൽ നിലനിൽക്കുന്നതായിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ ഏറ്റെടുക്കാൻ ആത്മാവി പ്രാർത്ഥിച്ചു. ഇത്രയും നാളും നിന്റെ ലൈഫിൽ കയറി ഇറങ്ങി പോയത് മാനുഷികമാകുന്ന വസ്ത്രങ്ങളാണെങ്കിൽ നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്നോട് വാഗ്ദത്തം ചെയ്തത് ദൈവം നിനക്കുള്ള അവകാശം. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുക, ഒരു വസ്ത്രം പാടത് വെച്ചിരിക്കുക, ഒരു വസ്ത്രം പാടത് വെച്ചിരിക്കുക, ഒരു വസ്ത്രം പാടത് വെച്ചിരിക്കുക. ഞാൻ ആത്മാവിലത് കാണുന്നു, ഞാൻ ആത്മാവിലത് കാണുന്നു. ഇന്ന് മകൾ അഭിഷേകത്തോടെ ആത്മനിലവോടത് റിസീവ് ആത്മാവി പ്രാപിച്ചേ, ആത്മാവി പ്രാപിച്ചേ, ആത്മാവി പ്രാപിച്ചേ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്റെ കഷ്ടതയ്ക്ക്, നിന്റെ കണ്ണുനീരിന്, നിന്റെ ദുഃഖത്തിന്, നിന്റെ ഭാരത്തിന്, നിന്റെ വേദനയ്ക്ക് തക്കതായ ഒരു മറുപടി ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് പകൽ ഉറപ്പോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിന്റെ വേദനകൾക്ക് മറുപടിയുണ്ട്, നിന്റെ ഒറ്റപ്പെടലിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പനെ വിട്ട് മാറി നിന്നാലും, അമ്മയെ വിട്ട് മാറി നിന്നാലും, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും, ഹല്ലേലൂയ, ദേശത്ത് നിന്ന് മറ്റൊരു പ്രവാസത്തിലേക്ക് മടങ്ങി പോയേണ്ടി വന്നാലും ഇന്ന് പകൽക്കാലം അവിടെ ഹല്ലേലൂയ ആരൊക്കെ നിന്റെ കൂടെയില്ലെങ്കിലും, ആരൊക്കെ നിന്നോടൊപ്പമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവിടെയും മാറാത്തൊരു ദൈവത്തിന്റെ കരം, അവിടെയും മാറാത്തൊരു ദൈവത്തിന്റെ കരം, അവിടെയും മാറാത്തൊരു ദൈവത്തിന്റെ കരം നിന്റെ ഒപ്പമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. സ്വന്തം ദേശം വിട്ടുമാറിയാലും, അപ്പനെ അമ്മയെ വിട്ടുമാറിയാലും, സഹോദരങ്ങളെ വിട്ടുമാറിയാലും, പ്രവാസത്തിലാണ് നീ കിടക്കുന്നെങ്കിലും ആത്മാവ് വിളിച്ചു പറയുന്നു, അവിടെയും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവകരമുണ്ട്. വസ്ത്രം ചിലരുടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. എല്ലാ കണ്ണുകളോടെ ദൈവസന്നിധിയിൽ നേർമയുള്ള വസ്ത്രത്തെ കുറിച്ച് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എപ്പോഴെങ്കിലും ശുശ്രൂഷിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, യോസഫിന്റെ ജീവിതത്തിൽ പലതും കയറി ഇറങ്ങിപ്പോയി. നിന്റെ ലൈഫിൽ ഇപ്പൊ പലതും കയറി ഇറങ്ങി. പക്ഷെ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്.
തിരിഞ്ഞു നോക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസ്തയോടെ നിലനിന്നാൽ. ഞാൻ എപ്പോഴും യോസഫിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ദൈവം കൊടുത്ത ദർശനം യോസഫ് മറക്കാതിരുന്നപ്പോൾ യോസഫിനെ ദൈവം മറന്നില്ല. ദൈവം കൊടുത്ത ദർശനം യോസഫ് മറക്കാതിരുന്നപ്പോൾ യോസഫിനെ ദൈവം മറന്നുപോയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഏറ്റെടുത്തോ. നീ എന്നോട് അറിയിച്ച ആലോചന വഴിതെറ്റത്തില്ല, സമയം മാറത്തില്ല. അങ്ങനെ തന്നെ ദൈവനോട് പറയുന്നു. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ ഒരു ദൈവ ശബ്ദമാണ്, ചിലരുടെ അവസ്ഥയെ ഞാൻ മാറ്റാൻ പോകുന്നു. അവസ്ഥയെ ഞാൻ മാറ്റാൻ പോകുന്നു എന്ന് ഫസ്റ്റ് വർഷിപ്പിൽ ദൈവാത്മാവ് എന്നെ കാണിച്ചതാണ്. ചിലരുടെ അവസ്ഥയെ, ആ വാക്ക് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്. അവസ്ഥയെ, സിറ്റുവേഷനെ, സാഹചര്യത്തെ എന്റെ ദൈവം മാറ്റാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യോസഫിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത മാറ്റം പോലെ ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സൂമിലുള്ളവർക്ക്, ഇവിടെ ഉള്ളവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ചേറ്റെടുക്കണം. ഹല്ലേലൂയ പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി ഞങ്ങളോട് സംസാരിച്ച തിരുവചന ആലോചന ദൂതുകളുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യാക്കോബ് തന്റെ പിതാവിന്റെ അവകാശത്തിലേക്ക് മടങ്ങി വന്നതുപോലെ ഞങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങി വരാൻ പ്രാപിക്കാൻ കഴിയുന്നു. കർത്താവ്, യോസഫിന്റെ ചരിത്രത്തിൽ യോസഫിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിനു വേണ്ടി യോസഫിൽ നിന്ന് തുടക്കം കുറിച്ചതുപോലെ ചില ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണത്തിനായി ഞങ്ങളിൽ നിന്ന് തുടക്കം കുറിക്കണം. കണ്ട സ്വപ്നങ്ങൾ കൃത്യമായി നിവർത്തിയാക്കിയ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് തന്ന സ്വപ്നങ്ങൾ, ആലോചനകൾ, അരുളപ്പാടുകൾ, ദൂതുകൾ, ദൈവശബ്ദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഓർഡർ ബൈ ഓർഡറായി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതിനായി, വഴിതെറ്റാതെ, സമയം തെറ്റാതെ അത് വെളിപ്പെടാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യാം. യേശുവേ, ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നവരെ എല്ലാം അവിടുത്തെ നാമം ചൊല്ലി ഈ വചനത്തിന്റെ ശക്തിയാൽ അവരെ അനുഗ്രഹിക്കുകയാണ്. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവരുടെ നാമം ചൊല്ലി, കർത്താവിന്റെ നാമം ചൊല്ലി ഇന്ന് വെളിപ്പെട്ട ദൈവ വചനത്താൽ അവരെ അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണം. ഇത്രത്തോളം ഞങ്ങളുടെ തിരുപാദപീഠത്തിങ്കൽ താണിരിപ്പാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. നാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി നടത്തും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവമക്കളുടെ മേലും ദൂരത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും എല്ലാ വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ ഏക പ്രത്യക്ഷത അവരുണ്ടായിരിക്കുമാറാകട്ടെ. അവൻ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ.